ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ. ഇത് വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇതൊരു യാഥാർത്ഥ്യമാകാൻ പോകുന്ന സത്യമാണ്. പലരുടെയും ജീവിതം യാഥാർത്ഥ്യമായിട്ടുണ്ടാവും. കാരണം ഭഗവത്ഗീത തരുന്ന ഈ ഒരു അറിവ് അത്രയും നമുക്ക് വലിയ പരിവർത്തനം ഉണ്ടാക്കും, സംശയം വേണ്ട. പക്ഷെ അതിന് നാം ഇത് കേൾക്കണം. ശ്രവണം മുഖ്യധർമ്മം എന്നാണ്. നല്ലവണ്ണം കേൾക്കണം എന്താണ് പറയുന്നതെന്ന്. പലപ്പോഴും ഉണ്ടല്ലോ, പലരും ഈ തോക്ക് വെടിവെക്കുന്നതിന് മുമ്പ് തോക്കിൻ്റെ ഉള്ളിലേക്ക് വെടിവെക്കാൻ നമ്മുടെ ഒരു പ്രയോഗമുണ്ട്. അതുപോലെ പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ അവരൊരു പ്രീ കണ്ടീഷൻ മൈൻഡോട് കൂടിയിട്ട് അവർ ചിന്തിക്കും, ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഗീതയിലൂടെയാണ് സംഭവിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു മുൻവിധിയും വേണ്ട. നിങ്ങൾ ശരിക്കും കേൾക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, കേട്ടതിനെ അനുസരിച്ച് ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സംതിങ് ഈസ് ദെയർ. അത് നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിജയിക്കണം, നമുക്ക് നന്നാവണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. എനിക്ക് വിജയിക്കണം, എനിക്ക് നന്നാവണം. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. നല്ലവണ്ണം കേൾക്കുക, കേട്ടിട്ട് ഉൾക്കൊള്ളുക. എന്നിട്ട് ഞങ്ങൾ പറയുന്ന രീതിയിൽ, ഞങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്ന രീതിയിൽ നമ്മൾ പരിശീലിക്കാൻ തയ്യാറായാൽ ഈ പറയുന്നത് 101% നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യം വരും. ഞാൻ വെറുതെ പറയല്ല. അനാദികാലം മുതൽ ഈ ഒരു അറിവിൽ ജീവിച്ച മഹാന്മാരുടെ പുണ്യഭൂമിയാണ് ഭാരതം. അതുകൊണ്ട് അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഗീതയിലേക്ക് കടക്കാം. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം ഗീത പറയുന്നത് വളരെ കോൺട്രഡിക്ഷനായിട്ട്, നമുക്കൊരു പരസ്പര വിരുദ്ധമായിട്ട് തോന്നും. നമ്മൾ എത്തി നിൽക്കുന്ന ശ്ലോകം ഗീതയിലെ 2-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളിലാണ്. സാഖ്യയോഗ ശാസ്ത്രത്തെ വിശദീകരിക്കുന്ന ഭാഗത്താണ്. അവിടെ നമ്മൾ കണ്ടു 17-ാമത് ശ്ലോകം. അവിനാശിതു തദ്വിത്തി യേന സർവമിതം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഹേ അർജുന, ഇവിടെ കൃഷ്ണൻ പറയുന്നു, അവിനാശി തത് വിദ്ധി, അതിന് നാശമില്ലെന്ന് അറിഞ്ഞാലും അതിലാണ് സർവമിതം തദം, എല്ലാം നിലനിൽക്കുന്നത് അതിലാണ്. എന്നിട്ട് പറയുന്നു വിനാശമവ്യയസ്യാസ്യ, അങ്ങനെയുള്ള അതിന്, അസ്യ അവ്യയമായിരിക്കുന്ന ആ നാശമില്ലാത്ത അതിന് എങ്ങനെ വിനാശമുണ്ടാവും? ന കശ്ചിത് കർത്തും, അതിനെ ഒരിക്കൽ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം എന്താ ഈ കൃഷ്ണൻ നശിപ്പിക്കാൻ സാധ്യമല്ല? അർജുനൻ ഇരിക്കുന്നത് യുദ്ധക്കളത്തിലാണ്. അപ്പോൾ യുദ്ധക്കളത്തിലിരിക്കുന്ന അർജുനൻ്റെ കയ്യിൽ ആയുധമാണ്. അപ്പോൾ അവിടെ ശത്രുവിനെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരും ആരെയും നശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയല്ലേ ഇവിടെ വരുന്നത്. കശ്ചിത് കർത്തുമർഹതി, വിനാശം, ഇതിനെ നശിപ്പിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഈ നാശം എന്ന് പറയുന്നത് എന്തിനാണ് നാശമില്ലാത്തത്? ഇന്നത്തെ സയൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീത പഠിക്കാൻ പറ്റും. കാരണം ഫിസിക്സും മെറ്റാഫിസിക്സും പരസ്പരം കണക്റ്റഡാണ്. ഫിസിക്സ് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഗീത പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു പടിയും കൂടെ മേലെ, ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അതുക്കും മേലെ എന്ന് ഒരു ഡയലോഗില്ലേ, അതേപോലെ ഒരു പടി മേലെ. കാരണം ഫിസിക്സ് പഠിപ്പിക്കുന്നത് യൂണിവേഴ്സൽ എനർജിയെക്കുറിച്ചാണ്, എന്നാൽ ഗീത പഠിപ്പിക്കുന്നത് കോൺഷ്യസ് എനർജിയെക്കുറിച്ചാണ്. സയൻസ് പഠിപ്പിക്കുന്നത് കോസ്മിക് എനർജിയാണ്, ഇത് കോൺഷ്യസ് എനർജിയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കോസ്മിക് എനർജി എന്ന് പറയുന്നത് കോൺഷ്യസ് എനർജിയുടെ പ്രേരണയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ കോസ്മിക് എനർജിക്കും അതീതമാണ് കോൺഷ്യസ് എനർജി. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒരു സപ്പോർട്ടിലാണ് ബാക്കിയൊന്നും നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കയ്യിലൊരു സാധനം എടുക്കുന്ന ആ കൈയുടെ സപ്പോർട്ടിൽ, അങ്ങനെയല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഭൂമിയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഊർജത്തിൻ്റെ അതിസൂക്ഷ്മമായ ഊർജം, ആ ഊർജമാണ് പ്രപഞ്ച ഊർജം. അതിലും സൂക്ഷ്മമായ ഊർജമാണ് ബോധ ഊർജം. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല, അത്ര ശക്തിയുള്ള ആ ബോധ ഊർജത്തിലാണ് നാം ഓരോരുത്തരും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഈ യൂണിവേഴ്സ് ഒരു നെറ്റ് പോലെയാണ്. ഇന്ന് നമ്മൾ വൈഫൈ നെറ്റ് എന്ന് പറയുന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ വൈഫൈ നെറ്റിലല്ലേ ഇരിക്കുന്നത്. ഇവിടുത്തെ വൈഫൈ പോലെ തന്നെയല്ലേ അമേരിക്കയിലായാലും ലണ്ടനിലായാലും UK യിലും അറബിയായാലും അതുപോലെ ഏത് രാജ്യങ്ങളിൽ പോയാലും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് തന്നെയല്ലേ. നമ്മളതിന് പല പേരുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ BSNL എന്നോ അല്ലെങ്കിൽ ജിയോ എന്നോ എയർടെൽ എന്നോ കൊടുത്തിരിക്കുന്നു. അവിടെ വേറൊരു നെറ്റിന് പേരിട്ടിരിക്കുന്നു. അവരുടെ രാജ്യത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസിൻ്റെ പേരാണിത്. പക്ഷേ ടെക്നോളജിയും ആ സാറ്റലൈറ്റ് വരുന്ന സിഗ്നലും എല്ലായിടത്തും ഒരുപോലെ തന്നെയല്ലേ. അപ്പോൾ ഒരേ ഇൻ്റർനെറ്റ് കണക്ഷനിൽ ലോകം കണക്ട് ചെയ്തിരിക്കുന്ന പോലെ, ഒരേ പ്രപഞ്ച ഊർജ്ജത്തിൽ നാം കണക്ട് ചെയ്തിരിക്കുന്ന പോലെ ഒരേ ബോധ ഊർജ്ജത്തിലാണ് നമ്മളുടെ എല്ലാം മനസ്സ് നിൽക്കുന്നത്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതമില്ല, എല്ലാം ഒരേ സത്യത്തിൽ. എനിക്ക് പല മതങ്ങളുടെയും ചില ചിന്തകൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം ശാസ്ത്രീയത ഒട്ടും അവർ പറയുന്നതിന് ഇല്ലാത്തതുകൊണ്ടാണ്. അവർ പറയുന്നു ഒരു ദൈവം എന്ന് പറയരുതേ പ്ലീസ്, തെറ്റാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ തെറ്റായി. കാരണം ഇവിടെ ഒന്നല്ല, ഈ ഒന്ന് എന്ന് പറയുന്നതും ഒരേ ഒരു എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഒരേ എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെ ഇല്ല എന്നർത്ഥം. അപ്പോൾ ഒരേ ഒരു സത്യത്തിലാണ് എല്ലാം നിൽക്കുന്നത്, അല്ലാതെ ഒരു സത്യത്തിലല്ല. ഈ ഒരു എന്ന് പറയുന്നതിലൊരു തെറ്റുണ്ട്. ഞാൻ ആരെയും അധിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് എ ട്രൂത്ത് ഐ ആം ടോക്കിംഗ്. എനിക്ക് എല്ലാ മതങ്ങളോടും ഹൈലി റെസ്പെക്റ്റ് ഉണ്ട്. കാരണം വാല്യൂസ് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ആ നല്ല എന്താ പറയുക, മനുഷ്യൻ്റെ ആ ശ്രേഷ്ഠമായ ഭാവങ്ങൾ അത് ലോകത്തിന് ആവശ്യമാണ് നിലനിൽക്കാൻ. എങ്കിലും ചില സത്യങ്ങളാണ് നമ്മൾ ശാസ്ത്രീയമായി അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് മാത്രമേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എന്തെങ്കിലും വിഡ്ഢിത്തരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിഡ്ഢിത്തരത്തെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ശാസ്ത്രീയമായി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് ഒരേ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു ഈശ്വരൻ? കാരണം ആകാശത്തിനപ്പുറത്ത് ഒരു എന്ന് പറയുന്നത്. അപ്പം തന്നിലില്ലാത്തത് വരുമ്പോഴാണ് ഒരു എന്ന് പറയുന്നത്. എന്നാൽ എല്ലാം ഒരേ എന്ന് പറയുമ്പോൾ ഞാനും അതും എല്ലാം അതിൻ്റെ ഭാഗമായി. ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഇവിടെ ആരായിരിക്കുന്നത്? അപ്പം ഞാൻ പറയും ഞാനിരിക്കുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി വേറൊരാളിരിക്കുന്നുണ്ട്, എനിക്ക് വേറൊരാളും കൂടി സ്റ്റേജിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും ഒരാളിവിടെ ഇരിക്കുന്നുണ്ടെന്ന്. ആരാ സ്റ്റേജിലിരിക്കുന്നത്? ഒരാളൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരാളിവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഒന്ന് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ഒരാളെന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഇല്ല, ഞാൻ വേറെയാണ്. അപ്പം ഞാൻ എന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ ഒന്നാവുന്നത്. അപ്പോൾ അയാൾ ഒന്നാവുന്നത് ആ ഒന്നെന്ന് പറയാൻ വേറൊരാളുള്ളത് കൊണ്ടാണ്, അല്ലേ? അങ്ങനെ സമ്മതിക്കാമല്ലോ. വേറൊരാളില്ലാതെ ഞാനില്ലാതെ വേറൊരാളെ എനിക്ക് ഒരാളെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ആൾ വേണ്ടേ ഒന്നെന്ന് പറയാൻ? നേരെ മറിച്ച് ഒരേ ഒരു എന്ന് പറഞ്ഞാലോ, ഒരേ ഒരു എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടില്ല, രണ്ടും ആ ഒന്നിൻ്റെ അല്ലെങ്കിൽ ഒന്നിൽ അലിഞ്ഞുപോയി. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നാം ഇരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഒരേ ഒരു ഭൂമിയിലാണ് ഇരിക്കുന്നത്, ഒരേ ഒരു ഗ്രാവിറ്റിയിലാണ്, ഒരേ ഒരു സ്പേസാണ്. കാരണം എന്നെയും നിങ്ങളെ കവർ ചെയ്യുന്ന സ്പേസ് ഒരേ ഒരു സ്പേസാണ്. അത് മനസ്സിലാവുമല്ലോ, ഒരേ ഒരു സ്പേസ്. നേരെ മറിച്ച് നമ്മൾ പറയും ഈ മുറിക്ക് അകത്തും ഈ മുറിക്ക് പുറത്തും. അപ്പോൾ നമ്മൾ ദൈവത്തിനെ പുറത്ത് നിർത്തുമ്പോഴാണ് പുറത്തൊരാളുണ്ട്, ആകാശത്തിലൊരാളുണ്ട്, സ്വർഗത്തിലൊരാളുണ്ട്. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ആളും ഞാനും വേറെ. അപ്പോൾ പിന്നെ അതിങ്ങനെ സയൻസ് ആവുക. കാരണം സയൻസ് പറയുന്നതെല്ലാം ഇന്നർ കണക്റ്റഡാണ്. നമ്മളെല്ലാം പരസ്പരം കണക്റ്റ്. എൻ്റെ ശരീരത്തിലുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണും നിങ്ങളുടെ ശരീരത്തിലുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണും ഒക്കെ അത് തന്നെയാണ്. എൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ സ്വാമിയുടെ ഒരു ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണും ഒരു സാധാരണ ആളുടെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഡിഫറൻ്റ് ആണെന്ന്? ജാതിയുണ്ടോ അതിന്? മതമുണ്ടോ അതിന്? സ്ത്രീ പുരുഷ ഭേദവ്യത്യാസമുണ്ടോ? അവിടെ എവിടെയാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്? നേരെ മറിച്ച് സ്ത്രീയുടെ ശരീരം, എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അത് വേറെ ശരീരം. കാരണം ആ ശരീരത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ല എനിക്കുള്ളത്. എന്നാൽ ആ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ, അതിനകത്തും വായു, അതിനകത്തും ആകാശം, അതിന് പുറത്തും ആകാശം, അതിൻ്റെ പുറത്തും വായു, അതിൻ്റെ ഉള്ളിലും ചൂട്, സൂര്യൻ്റെ ചൂട്, പുറത്തും ചൂട്, എല്ലാം ഒരേ ഒരു. എന്നിലുള്ളതും ആ ശരീരത്തിലുള്ളതും
ഒരേ ഒരു സാധനം, ഒരേ കെമിക്കൽ കൊണ്ടാണ് ആ മെറ്റാബോളിസം തയ്യാറാക്കിയിരിക്കുന്നത്. ആ എല്ലുകൾ കൂട്ടിച്ചേർത്തിരിക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിരിക്കണം. എൻ്റെ ശരീരം അങ്ങനെ തന്നെയാണെങ്കിൽ എവിടെയാണ് വ്യത്യസ്തത? അത് അദ്വൈതമാണ്. കാരണം അവിടെ വേറെ ഇല്ല, ഒരേ ഒരു സത്യം. അതല്ലേ സത്യം? എല്ലാം ഒരേ ഒരു സത്യത്തിൽ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരേ ഒരു സത്യം എല്ലാവരിലും ഈക്വലാണെങ്കിൽ വൈ സം പീപ്പിൾ ആർ വീക്ക്? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് ചിലർ ദുർബലരാകുന്നു? എന്തുകൊണ്ട് ചിലർക്ക് ശക്തി കിട്ടുന്നു? അത് ദൈവം കൊടുത്തതല്ല. ദൈവം ആരെയും സ്പെഷ്യലാക്കി വെച്ചിട്ടില്ല. കാരണം സത്യം ഏകമേവ, ഒരേ ഒരു സത്യം. അപ്പം ചിലടത്ത് എന്തുകൊണ്ട് ചിലർക്ക് ശക്തി കിട്ടുന്നു? കാരണം അവരുടെ പ്രകൃതി അവരങ്ങനെ രൂപപ്പെടുത്തി, അവരുടെ മനസ്സിനെ അവരങ്ങനെ രൂപപ്പെടുത്തി. അപ്പം നമുക്ക് ശക്തരാകാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ എങ്ങനെ രൂപപ്പെടുത്തണം? നമ്മളതിന് തയ്യാറാവണം. അതിന് നമ്മൾ ചില സാധനകൾ ചെയ്യാതെ അസാധ്യം. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, അതിനെ എങ്ങനെ നശിപ്പിക്കാൻ? എന്നെ കശ്ചിത് കർത്തും വിനാശം. ഇതിനെങ്ങനെ നമുക്ക് വിനാശം കർത്തും എങ്ങനെ ഇതിനെങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അതായത് ഒരേ ഊർജ്ജത്തെ എങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും? ആ ഊർജ്ജത്തെ നശിപ്പിക്കാൻ പറ്റും, ഊർജ്ജത്തെ ഡൗൺ ആക്കാൻ പറ്റും, ഊർജ്ജത്തെ ലോവർ ആക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. ഊർജ്ജം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ ആ ഊർജ്ജത്തിന് ചിലയിടത്ത് മങ്ങലുള്ളതുപോലെ തോന്നുന്നതിന് കാരണം നമുക്ക് സൂര്യൻ്റെ കിരണം നമ്മുടെ ഭൂമിയിലെത്തുമ്പോൾ ആ ഭൂമിയുടെ കിടപ്പിനനുസരിച്ചായിരിക്കും ആ കിരണം എത്തുന്നത്. അപ്പോൾ സൂര്യന് നേരെ സ്ട്രെയിറ്റായിട്ട് വരുമ്പോൾ ആ ഭാഗത്ത് നല്ല വെളിച്ചമുള്ള തോന്നും. എന്നാൽ ഭൂമിയുടെ കിടപ്പ് കുറച്ചൊരു ഡിഗ്രി ചരിഞ്ഞ് കിടക്കുന്നുണ്ട്. ചില ഭാഗത്ത് ആ സമയത്ത് സൂര്യോദയം, ചില ഭാഗത്ത് സൂര്യാസ്തമയം പോലെ തോന്നും. ഇപ്പോൾ ഈ നിമിഷം ഇവിടുത്തെ സമയമാവില്ലല്ലോ പല രാജ്യങ്ങളിലും. ഒരു രാജ്യത്തിൽ സൂര്യാസ്തമയമാണെങ്കിൽ വേറെ സ്ഥലത്ത് സൂര്യോദയമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? കാരണം ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ്. എന്നാൽ സൂര്യൻ അതിൽ വല്ല പങ്കുമുണ്ടോ? ഒരു പങ്കുമില്ല. ഇതുപോലെ നമ്മുടെ മനസ്സിൻ്റെ കിടപ്പിനനുസരിച്ചായിരിക്കും ആ ബോധ ഊർജം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പം ചിലരുടെ മനസ്സ് എപ്രകാരമാണോ സൂര്യന് നേരെ ഫേസ് ചെയ്യുന്നത് ഭൂമി, അപ്പം നല്ല പ്രകാശം. അപ്പോൾ അവിടെ ഉച്ച സമയം നമ്മൾ പറയും സൂര്യൻ മധ്യത്തിലാണ്. നല്ല മദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മദ്യമല്ല, നേരെ മേലെ എന്നുള്ള അർത്ഥത്തിൽ. കാരണം എന്ത് ഭാഷ പറയുമ്പോഴും സൂക്ഷിച്ചില്ലെങ്കിലല്ലോ സൂര്യനും കള്ളു കുടിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ നേരെ തലയ്ക്ക് മേലെ. അപ്പം നേരെ വരുമ്പോൾ നമുക്ക് ആ വെളിച്ചം നല്ല തീവ്രമായി അനുഭവപ്പെടും. എന്നാൽ രാവിലെ ആണെങ്കിലോ അത്ര തീവ്രമില്ല. അപ്പം സൂര്യൻ്റെ കിരണം ഭൂമിയിൽ പതിയുന്നതിൻ്റെ ഒരു ആംഗിൾ വ്യത്യാസമായി. സൂര്യനല്ല, ഭൂമിയുടെ കിടപ്പനുസരിച്ച്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ, ബോധ ഊർജത്തിന് നേരെ നിങ്ങളുടെ മനസ്സ് വരികയാണെങ്കിൽ, അപ്പം നിങ്ങളുടെ മനസ്സിന് ഉണർവും ഉഷാറും ഉത്സാഹവും കൂടും. നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ആംഗിൾ തെറ്റി, മീൻസ് നിങ്ങളുടെ ചിന്തകൾ ലോവറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഊർജം കുറവായിരിക്കും. അത് ഊർജത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടല്ല, ഈ ഊർജം നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഉപാധിയായ മനസ്സിൻ്റെ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറയില്ലേ, പൊസിഷൻ അനുസരിക്കും. ഇപ്പം മനസ്സിലാവുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഭൂമിയിൽ എല്ലായിടത്തും വെള്ളമുണ്ടെങ്കിലും ചില ഭാഗത്ത് അതിൻ്റെ ഉറവുകൾ കൂടുതലുള്ള സ്ഥലമുണ്ട്. നമ്മൾ എക്സാക്ട്ലി അവിടെ തന്നെയാണ് കുഴിക്കുന്നതെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ധാരാളം കിട്ടും. നമ്മൾ പൊസിഷൻ മാറി കുഴിച്ചു കഴിഞ്ഞാൽ അവിടെയും വെള്ളമുണ്ട്, പക്ഷെ കൂടുതൽ ആഴത്തിൽ പോകണം. അപ്പം നമുക്ക് കുറേ മെറ്റൽ അതിൽ കൂടും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന് കിഡ്നിയിലെ പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം കണ്ടമാനം മെറ്റൽ, അടിയിലുള്ള ഭൂമിയിലെ മെറ്റലുകളുടെയൊക്കെ അംശങ്ങൾ അതിൽ വെള്ളത്തിൽ കയറും. അങ്ങനെ നമ്മുടെ ജീവിതം തകരും. ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളമുണ്ടെങ്കിലും അതിൻ്റെ എക്സാക്റ്റ് പ്ലേസിൽ നമ്മൾ കുഴിക്കുന്ന പോലെ നമ്മളിൽ ഊർജ്ജമുണ്ടെങ്കിൽ ആ ഊർജ്ജത്തിൻ്റെ ആ ശക്തി കിട്ടുന്ന വിധത്തിൽ മനസ്സിനെ പ്രിപ്പയർ ചെയ്താലല്ലേ മനസ്സിന് ശക്തി ഉണ്ടാവുള്ളൂ. ഞാനും നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ കണ്ണാടി സൂര്യൻ്റെ നേരെ കാണിച്ചിട്ട് റിഫ്ലക്ഷൻ പലരുടെയും മുഖത്തേക്ക് അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൊച്ചു കണ്ണാടി എടുത്തിട്ട് സൂര്യൻ്റെ ആ റിഫ്ലക്ഷൻ വല്ലവരുടെയും മുഖത്ത് പെട്ടെന്ന് മുഖം കൊണ്ട് കണ്ണ് അടച്ച് ഇരുട്ടായിപ്പോയതുപോലെ തോന്നും. അത്ര ശക്തിയാണ്. നമ്മൾ ചുമരിലേക്കൊക്കെ ലൈറ്റ് അടിച്ച് കളിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, കണ്ണാടി ഒരു പ്രത്യേക പൊസിഷനിൽ വെക്കുമ്പോഴല്ലേ ലൈറ്റ് സൂര്യൻ്റെ ബിംബം, ആ പ്രതിബിംബം തട്ടുന്നതും നമുക്ക് റിഫ്ലക്ഷൻ അടിക്കാൻ പറ്റും. എന്നതുപോലെ നമ്മുടെ മനസ്സോട് കണ്ണാടിയാണ്. ഇതിനെ നമുക്ക് ശരിക്കും പ്ലേസ് ചെയ്യാൻ പറ്റണം.
എന്താണ് മനസ്സിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളാണ്. അപ്പോൾ അതിലുള്ള ദുർബല ചിന്തകൾ വരുമ്പോൾ അതിൻ്റെ താളം തെറ്റി, അതിൻ്റെ പ്ലേസ്മെൻറ്റ് മാറി. ഈ പ്ലേസ് മാറിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള ബോധശക്തിയുടെ പ്രവാഹം കുറഞ്ഞു. അപ്പോൾ നമ്മൾ ദുർബലരായി. അപ്പോൾ നമുക്കിവിടെ മാറ്റം വരുത്തേണ്ടത് മുഴുവൻ ആരെയാണ്? ഈശ്വരനെ അല്ല. ഈശ്വരൻ ബോധമാണ്. ഈശ്വരൻ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ ശക്തി എപ്പോഴുമുണ്ട്, എല്ലാവരിലും ഒരുപോലെയുണ്ട്. പക്ഷെ മനസ്സെല്ലാവരിലും ഒരുപോലെയല്ല. കാരണം നമ്മൾ കേടുവരുത്തി. അനാവശ്യമായ ഉത്കണ്ഠകൾ, ചിന്തകൾ, ആലോചനകൾ, നാളെക്കുറിച്ചുള്ള ഒരുപാട് കാടുകേറിയ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. എന്നിട്ടോ ചത്തുപോകുന്നു പാവം ശിവശിവ. കണ്ടിരിക്കുന്ന നേരത്ത് കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭഗവാൻ. ഇതല്ലേ ശരി? നമ്മൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പം വണ്ടി ഓടിക്കുന്ന സമയത്താണ് നാളെ ലോട്ടറി അടിക്കണം, മറ്റന്നാളാണ് ലോട്ടറി എടുക്കുന്നത്, ലോട്ടറി എടുത്തിട്ട് വേണം എനിക്ക് ഒരു വലിയൊരു ഫ്ലാറ്റ് മേടിക്കാൻ. ഇതൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വല്ല ലോറിക്കാരൻ്റെ പുറകിൽ കൊണ്ട് ഇടിക്കുന്നതും. പിന്നെ ലോട്ടറി അല്ല, പിന്നെ ഇയാളെ ലോട്ടയിലിട്ടിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഭസ്മമാക്കിയിട്ട് കാശിയിൽ കൊണ്ടൊഴിക്കേണ്ട അവസ്ഥ ആരുണ്ടാക്കി വെച്ച്? അപ്പം നമ്മുടെ മനസ്സ് കാട് കയറുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അഴിച്ചു വിട്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളെപ്പോലെ. അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. എങ്കിൽ നമുക്ക് മനസ്സിലാവും അവിനാശി, നമ്മുടെ ഊർജ്ജം ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. അതെപ്പോഴും ഒരേ ശക്തിയിൽ നിലനിൽക്കുന്നുണ്ട്. നീദർ എനർജി ക്യാൻ ബി ഡിസ്ട്രോയിഡ്, ഐൻസ്റ്റീൻ്റെ ഭാഷയാണ്. നോർ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. അതിനൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുള്ളതാണ്, അതെപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ, ബോധ ഊർജം ഒരേപോലെ നിലനിൽക്കുന്ന ശക്തി, ആ ശക്തി ഒരിക്കലും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അതെപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് വിനാശമില്ലാത്ത ആ സത്യത്തിന് എങ്ങനെ വിനാശമുണ്ടാവും? അപ്പോൾ വിനാശമില്ലാത്ത ഒരു ശക്തിയിലാണ്, ബോധ ഊർജത്തിലാണ് ഞാനും നിങ്ങളും സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കണം. നിങ്ങൾ ശ്വാസം അകത്തേക്ക് അങ്ങനെ എടുക്കുന്ന സമയത്ത് ശരീരമാണ് ശ്വാസം എടുക്കുന്നതെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ആ ബോധശക്തി ഉള്ളതുകൊണ്ടാണ് ആ ശ്വാസം അകത്തേക്ക് വരുന്നത്. കാരണം ബോധം കെട്ടടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായ ശ്വാസം എടുത്ത് പോകുന്നു എന്നല്ലാതെ ഉറക്കത്തിൽ നമ്മുടെ ചിന്തകൾ കെട്ടടങ്ങിയാൽ, ബോധമല്ല ചിന്തകൾ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവിക ശ്വാസം എടുക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് ശരിക്കും കൂടുതൽ ശ്വാസം എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ബോധത്തോടു കൂടിയിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം അനന്തമായ ബോധത്തിലാണ് സംഭവിക്കുന്നത് നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ശക്തി കൂടുന്നുമില്ല കുറയുന്നുമില്ല എന്നറിയുമ്പോൾ പിന്നെ എവിടെയാണ് നമുക്ക് ദുഃഖിക്കാനുള്ളത്? അതുകൊണ്ട് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കൃഷ്ണൻ കടന്നുകൊണ്ട് പറയുന്നു, അർജുന, നീ ഒരു കാരണവശാലും തളരേണ്ടതില്ല. നിൻ്റെ ശക്തി ഒരിക്കലും ചോർന്നു പോകുന്നില്ല. നിന്നെ തളർത്താൻ ഒരു ശക്തിക്കും സാധിക്കുകയുമില്ല. നിൽക്കട്ടെ. അടുത്ത ശ്ലോകം. അന്തവന്തയിമേ ദേഹാം നിത്യസ്യോക്താ ശരീരിണാം അനാശിനോ പ്രമേയസ്യ തസ്മാദുദ്യസ്വ ഭാരത. ഒന്നുകൂടി ചൊല്ലാം. അന്തവന്തയിമേ ദേഹാ നിത്യസ്യോക്താ ശരീരിണാം അനാശിനോ പ്രമേയസ്യ തസ്മാദുദ്യസ്വ ഭാരത. ഹേ അർജുന, കൃഷ്ണൻ തുടരുകയാണ്. അന്തവന്ത ഇമേ ദേഹ, ദേഹം അന്തവന്തം. അന്തവന്തം എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിന് അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. ഈ ദേഹത്തിന് അന്തമുണ്ട്. അന്തവന്തം എന്ന് പറഞ്ഞാൽ ദേഹം അന്തമുള്ളതാണ്. എന്നാൽ ശരീരിണ നിത്യസ്യ ഉക്ത, ശരീരത്തിന് നാശമുണ്ട്, ശരീരിക്ക് നാശമില്ല. നിത്യസ്യ എന്ന് പറഞ്ഞാൽ നിത്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാലും അപ്രകാരമുള്ള അനാശി, നശിപ്പിക്കാൻ പറ്റാത്ത ആ നാശി എന്ന് പറഞ്ഞാൽ, അനാശി എന്ന് പറഞ്ഞാൽ നാശിപ്പിക്കാൻ പറ്റാത്ത, നാശമില്ലാത്തതായ അപ്രമേയം, നമുക്കൊരിക്കലും ചിന്തിച്ച് കണ്ടെത്താൻ പറ്റാത്ത, നമുക്ക് ആ ഒരു സത്യത്തെ മാത്രം നമുക്ക് നമ്മുടെ മനോബുദ്ധി അഹങ്കാരം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ആ സത്യം, അനാശയായിരിക്കുന്ന സത്യം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്യസ്വഭാരത്, യുദ്ധ തസ്മാത് യുദ്ധസ്വഭാരത്, നീ യുദ്ധത്തിന് തയ്യാറായാലും
നീ യുദ്ധം ചെയ്താലും. അപ്പോൾ ഇവിടെയാണ് കൃഷ്ണൻ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് കോൺട്രഡിക്ഷൻ അല്ലത്. കൃഷ്ണൻ പറയുന്നത് വലിയൊരു സത്യത്തെയാണ്. യുദ്ധസ്വഭാരത. എന്താ പറഞ്ഞത്? ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ശരീരിക്കൊരു മരണമില്ല. ഇങ്ങനെ നാശമില്ലാത്ത ആ ഒരു അനാശയായിരിക്കുന്ന, അപ്പുറമേ ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ പരമസത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധസ്വഭാരത, നീ യുദ്ധം ചെയ്താലും. അപ്പോൾ യുദ്ധം ചെയ്യുന്ന സ്വാഭാവികമായിട്ടും കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നാൽ ഇവിടെ കൃഷ്ണൻ പറയുന്നു ദേഹത്തിനേ നാശമുള്ളൂ, ശരീരിക്ക് നാശമില്ലെന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷ്ണൻ പറയുന്നതും താലിബാൻകാർ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? താലിബാൻകാരും പറയണു നിങ്ങൾ കൊന്നോളൂ, നിങ്ങൾക്ക് കൊന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വർഗം അവിടെ കാത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണല്ലോ ഹോളി വാർ, ജിഹാദ് എന്നൊക്കെ അവർ വിളിച്ചത്. അപ്പോൾ ഇവിടെ കൊല്ലാനാണോ കൃഷ്ണൻ പറയുന്നത്? ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. കാരണം കൃഷ്ണൻ കൊല്ലരുതെന്ന് പറയേണ്ട ആളല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കോൺട്രഡിക്ഷൻസ് ഒന്നും കോൺട്രഡിക്ഷൻസ് അല്ല. കൃഷ്ണൻ യുദ്ധസ്വഭാരത എന്ന് പറയുമ്പോൾ അർജുനൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ആ പ്രവൃത്തി യുദ്ധമായതുകൊണ്ട് അർജുനനോട് യുദ്ധസ്വ എന്ന് പറയണം. എന്നാൽ കൃഷ്ണൻ യുദ്ധസ്വ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന, കൃഷ്ണൻ തന്നെ പറഞ്ഞു, അവനവൻ്റെ കടമകളാണ് അവനവൻ്റെ യുദ്ധം, അത് അവനവൻ്റെ എന്താ പറയുക ഫീൽഡ് ഓഫ് ആക്ഷൻസ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മ മേഖലകളാണ് നമ്മുടെ യുദ്ധഭൂമി. അപ്പോൾ അതിനെന്താ യുദ്ധഭൂമി എന്ന് പറയാൻ കാരണം? അവിടെ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നമുക്ക് അപ്പാരൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം കാണാം. എന്നാൽ ഇവിടുത്തെ യുദ്ധത്തിൻ്റെ പിന്നിൽ വേറൊരു അർത്ഥമുണ്ട്. അതൊരു രഹസ്യമാണ്. അതാണ് കൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെയൊക്കെ പിന്നിൽ അതിസൂക്ഷ്മമായ അർത്ഥങ്ങളുണ്ട്. നമ്മളതാരും മനസ്സിലാക്കുന്നില്ല, ആരും പറഞ്ഞു തരാനുമില്ല. നമ്മളിത് എന്താ മനസ്സിലാവോ? കൃഷ്ണൻ അർജുനനോട് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ പറയുന്നു. ആർക്കും നാശമില്ല, ആത്മാവിന് നാശമില്ല, ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അതുകൊണ്ട് അർജുന, നിനക്ക് തോന്നിയതുപോലെ ഒക്കെ വെട്ടി താർത്തോളൂ, എന്തായാലും ആത്മാവിന് നാശമില്ല. ഇതാണോ കൃഷ്ണൻ പഠിപ്പിക്കുന്നത്? ആത്മാവിന് നാശമില്ല, അതുകൊണ്ട് നീ നിൻ്റെ തോന്നിവാസത്തിനനുസരിച്ച് നിനക്ക് നശിപ്പിക്കാൻ തോന്നുന്നവരെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ചോളൂ, ലൈസൻസ് കൊടുക്കുകയാണോ കൃഷ്ണൻ? ഇതെന്താ താലിബാൻ കൾച്ചറാണോ ഇന്ത്യയിലുള്ളത്? അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു വൃത്തികെട്ട കൾച്ചറും ഭാരതത്തിലില്ല. ഒരാളെയും കൊല്ലാൻ പഠിപ്പിക്കുന്നതല്ല ഭഗവത്ഗീത. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് സൂക്ഷ്മമായൊരർത്ഥത്തിലാണ്. ആ അർത്ഥം എന്താണ്? അത് നമുക്ക് കുറച്ചുകൂടിയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ജീവിത വിജയത്തിന് ഭഗവത്ഗീത. ഹരി ഓം, പ്രണാമം.